ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇഗ്നോയുടെ കോഴ്സുകൾക്ക് UGCയുടെ അംഗീകാരമുണ്ടോ, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് PSC അതുപോലെ തന്നെ UPSC പോലെയുള്ള എക്സാമുകൾക്ക് നമ്മളുടെ ഈ ഒരു ഇഗ്നോ പഠിച്ചത് കൊണ്ട് വല്ല കാര്യവുമുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഗ്നോ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. 1985 ഒരു പാർലമെന്റ് ആക്ട് പ്രകാരം നിലവിൽ വന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ഒരു ഇഗ്നോ എന്ന് പറയുന്നത്. ആദ്യമൊക്കെ കുറച്ച് കോഴ്സുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിൽ നമുക്ക് UG PG സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ PG സർട്ടിഫിക്കറ്റ്സ് അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഈ ഒരു ഇഗ്നോയിൽ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ഇതിൽ ഏകദേശം 4 മില്യൺ ആൾക്കാർ സ്റ്റുഡൻസ് ഇതിൽ പഠിക്കുന്നുണ്ട്. ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഫസ്റ്റ് റാങ്കിങ്ങിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മളുടെ ഇഗ്നോ എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ഇഗ്നോയുടെ UGC അംഗീകാരം ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. UGC എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആണ്. പല ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് UGC അംഗീകാരം കൊടുക്കുന്നത്. അതുപോലെ എല്ലാ ക്രൈറ്റീരിയാസും ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഇഗ്നോയ്ക്ക് ഈ ഒരു UGC അംഗീകാരം കിട്ടിയിട്ടുള്ളത്. UGC അംഗീകാരം ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സിൻ്റെ ആ ഒരു സർട്ടിഫിക്കേഷന് വാല്യൂ ഇല്ലാതെ ആവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ട് ജോലിയൊന്നും നോക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇനി UGC അപ്രൂവ്ഡ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗപ്രദമാകുക. മറ്റ് രാജ്യങ്ങളിലും ഈ ഒരു ഇഗ്നോയുടെ ഡിഗ്രീസ് വാലിഡ് ആണ്. എന്നാൽ ചില കമ്പനീസ് അവരുടെ ക്രൈറ്റീരിയയിൽ പറയുന്നുണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന ആൾക്കാർക്ക് അവർ ജോബ് കൊടുക്കുന്നില്ല എന്നുള്ളത്. അത് ആ രാജ്യങ്ങളും അതുപോലെ തന്നെ കമ്പനീസും തീരുമാനിക്കുന്നതാണ്. അതിൽ നമുക്ക് കൂടുതലായിട്ട് ഒന്നും തന്നെ പറയുവാൻ സാധിക്കില്ല. എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മളുടെ ഇഗ്നോയിൽ പഠിച്ച കുട്ടികൾക്കും ലഭിക്കുന്നുണ്ട്. ഇഗ്നോയെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും മുൻപിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഗ്നോയിലുണ്ട്. അതായത് NAAC എന്ന് പറയുന്നത് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ആണ്. ഇത് ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. അതായത് ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു റാങ്കിങ് കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണിത്. അതായത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും ഫെസിലിറ്റിയും അതുപോലെ തന്നെ അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറും വിദ്യാഭ്യാസത്തിന്റെ നിലവാരവും ഒക്കെ നോക്കിയിട്ടാണ് ഈ ഒരു റാങ്കിങ് കൊടുക്കുന്നത്. ഈ ഒരു റാങ്കിങ്ങിലെ അറ്റ്ലീസ്റ്റ് 4ൽ 3 എങ്കിലും വേണം എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ പറയുന്നത്. നമ്മളുടെ ഇഗ്നോയ്ക്ക് ഇതിൽ A++ ഗ്രേഡാണ് ഉള്ളത്. മിനിമം B ഗ്രേഡെങ്കിലും വേണം എന്നുള്ളതാണ് ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് A++ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസ്തമായിട്ട് വളരെ ട്രസ്റ്റോടെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് പറയുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് നമ്മളുടെ ഇഗ്നോയ്ക്ക് ലഭിച്ചിട്ടുള്ള ഒരു അവാർഡാണ് NIRF അവാർഡ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് റാങ്ക് ആണ് നമ്മുടെ ഇഗ്നോയ്ക്കുള്ളത്. ഓപ്പൺ യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ ഫസ്റ്റ് റാങ്ക് തന്നെ ഇതിനുണ്ട്. NIRF എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് ആണ്. അപ്പോൾ ഈ ഒരു NIRF പൊസിഷനിൽ നമുക്ക് ഫസ്റ്റ് പൊസിഷൻ ഉണ്ട്. ഈ ഒരു പൊസിഷൻ കിട്ടിയിട്ടുള്ളത് പലതരത്തിലുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടാണ്. ഈ ഒരു NIRFൽ 100 റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ് PSC UPSC പോലെയുള്ള എക്സാമുകൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ നൽകുവാൻ സാധിക്കുകയുള്ളൂ. ചില ക്രൈറ്റീരിയാസ് NIRF റാങ്കിങ് കൊടുക്കുമ്പോൾ അവർ നോക്കുന്നുണ്ട്. അതായത് മിനിമം 3 ഇയേഴ്സ് എങ്കിലും അവർക്ക് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ UGCയും NAACും അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം. അവിടുത്തെ ടീച്ചിങ് ലേണിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, പ്രൊഫഷണൽ പ്രാക്ടീസ് എങ്ങനെയാണ് വരുന്നത്, അതിൽ നിന്നും പുറത്ത് വന്നിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഔട്ട്കമ്മിൻ്റെ ക്വാളിറ്റി അതൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു NIRFൽ അവർ റാങ്കിങ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിലും ഏത് യൂണിവേഴ്സിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഈ ഒരു സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. UGC അംഗീകാരമുണ്ടോ, അതുപോലെ തന്നെ NAACൻ്റെ അംഗീകാരമുണ്ടോ, അതുപോലെ
അതുപോലെ ഈ ഒരു NIRF-ൽ അവർ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ കോഴ്സും ഇൻസ്റ്റിറ്റ്യൂഷനും സെലക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഗ്നോയിൽ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അബ്രോഡിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പഠിക്കാവുന്നതാണ്. ഇഗ്നോയുടെ ഡിഗ്രിയും PGയും ഒക്കെ നിങ്ങൾക്ക് PSC UPSC പോലെയുള്ള എക്സാമുകൾക്ക് സർട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എലിജിബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു.